ഞങ്ങളുടെ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും കുഞ്ഞും കൂടെ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോവുകയാണേ. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് പോയി പാളയംകുടം പഴം എടുത്തോണ്ട് വരാം. എടുക്കണം ശൈലു, ഒരു 5 എടുക്ക്. ഇടത്തരം പഴമല്ലേ, ഒരു 6 എടുത്തു. ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചരി, ഒരു 300 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര 250 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കപ്പിന് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കൊട്ടത്തേങ്ങ, എള്ള്, ഇത് നല്ല ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഇത്തിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചു, അതാകുമ്പോഴത്തേക്ക് വേഗം പൊടിഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. പാളയംകുടം പഴം അല്ലെങ്കിൽ റോബസ്റ്റ ഒക്കെയാണ് നല്ല പഴം നമുക്ക് ഉണ്ണിയപ്പം ഇണക്കാനായിട്ട്. ഞാനിവിടെ പാളയംകുടം പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ശർക്കരപ്പാനി ഒഴിച്ച് അരച്ചെടുക്കാം ആദ്യം. ശർക്കരപ്പാനി ഒഴിച്ച് അരച്ചെടുക്കാം. കുറച്ചൊഴിക്കാം ആദ്യം, നോക്കാം നമുക്ക് അരച്ചെടുക്കാം. അരി നമ്മളിത് ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയോട്, സ്പൂണിന്റെ മറുവശം കണ്ടത്, ഇത് ചെറിയ തരിയോടുകൂടെ വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയും പഴവും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. കുഞ്ഞുട്ടി പൊടിച്ചിട് പഴം. ഒന്ന് ഒടിച്ചിട്ടേക്ക്. എല്ലാം ചേർക്കട്ടെ? എല്ലാം ചേർത്തു. ഇടത്തരം പഴമല്ലായിരുന്ന. ഒന്നും കൂടെ ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമ്മൾ ബൗളിലേക്ക് മാറ്റിയണേ. ലേശം ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നമുക്ക് മാവ് ലൂസാക്കാം. ഒരല്പം കൂടെ ലൂസാക്കി നിർത്താം. കുഞ്ഞോടെ വെക്കി, ഷൈലു എടുത്തോളാം ബാക്കി. ജാറിങ്ങോട്ട് വെക്കി. മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. പോരെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത ശർക്കരപ്പാനി തീർത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കേണ്ടത്. ഇനി നമ്മൾ കൊട്ടത്തേങ്ങയും അതുപോലെ തന്നെ ഏലക്കായും ജീരകമൊക്കെ പൊടിച്ചത് നമ്മൾ ഉണ്ണിയപ്പം ഇണക്കാൻ നേരത്താണ് ചേർക്കുന്നത്. ഇത് നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നമ്മൾ തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാണ്ട് ചെയ്യണം. അപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം. ഇനി ഞങ്ങളുടെ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം. ഇവിടെ മാവ് ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടത്തേങ്ങ മൂപ്പിച്ച് ചേർക്കാം. നെയ്യിലാണ് മൂപ്പിക്കുന്നത്. എന്നാ കുഞ്ഞുട്ടി ഇളക്കിക്കോ. ഓഫിലേക്കാൾ മൂക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കാം. മതി അത് മതി കേട്ടാ. ഇനി അടുപ്പ് വെച്ചിട്ടിരുന്നാലേ നന്നായിട്ട് അങ്ങോട്ട് വാങ്ങിപ്പോകും. ഈ ചൂടിൽ താഴത്തേക്ക് ഇറക്കി വെച്ച് മൂപ്പിക്കുമ്പോൾ ഒന്നും കൂടെ വാങ്ങി വന്നോളൂ. കേട്ടോ, ഈ പരുവത്തിൽ മതി.
ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉൾപ്പെടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യുടെ ചൂടിത്തിരി കുറഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. മതി. ഈ ഏലക്കായും നല്ല ജീരകവും പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. പഞ്ചസാര ചേർത്തത് വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതേ ഉള്ളൂ. മിക്സിയിൽ പൊടിച്ചതാണ്. ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുണ്ട് ഇളക്കരുത്. ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ജഗ്ഗിനകത്തേക്ക് മാവെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അടുപ്പിലേക്ക്. വശം മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി. തീർത്ത് നിറച്ചങ്ങോട്ട് ഒഴിക്കേണ്ട. അതുപോലെ തീ കുറവുള്ള ഭാഗത്ത് ആദ്യം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നടുക്കുള്ള കുഴിയിലൊക്കെ അവസാനം ഒഴിച്ചു കൊടുക്കണം. ഒരു കുഴിയിൽ അല്പം മാവ് കൂടുതൽ വീണിട്ടുണ്ട്. ഇത് ആദ്യം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ അല്പം കൂടുതൽ വീണത്. കൊണ്ടിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇവനാണ് വലിയ ഉണ്ണിയപ്പം. വലിയ ഉണ്ണിയപ്പം നമ്മുടെ കുഞ്ഞിന് തന്നെ കൊടുക്കാം. എല്ലാ വശവും ആയിട്ടുണ്ടോ നോക്കട്ടെ. മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് കുത്തിയെടുക്കാം. അത് അടുപ്പിന്റെ വായുവട്ടം ഇച്ചിരി വലുതാണ്. അത് കാരണം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എണ്ണയൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഇച്ചിരി എണ്ണ എൻ്റെ മേത്തോട്ട് വീണ്. കുഞ്ഞുട്ടി ഒരു സ്പൂൺ എടുത്തോണ്ട് വന്നേ. ഉണ്ടോ?
ഇപ്പൊ ഞങ്ങൾ ഉണ്ണിയപ്പത്തിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ചായയും കൂടി വെക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചായയാണ് വെക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാ വെക്കുന്നതെന്നും കൂടി ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞു. തേങ്ങാപ്പാൽ ചായ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യമേ അതിനകത്തേക്ക് ഇത്തിരി ഏലക്കയും ചുക്കും ജീരകവും പൊടിച്ചതിടുവാണ്. ഇതിവിടെ പഞ്ചസാരയ്ക്ക് പകരം ചക്കരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും ചേർക്കാം നമുക്ക്. ഞാനിവിടെ ചക്കര ചേർത്ത് ഇണക്കുന്നത്. അതുപോലെ തേയിലയ്ക്ക് പകരം കാപ്പിപ്പൊടി ഉപയോഗിക്കാം. ഞാൻ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നു. ഈ തേയിലയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ തേയില ചേർക്കാം. കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക്, നന്നായിട്ട് തിളച്ച് അതിൻ്റെ കടുപ്പൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ സത്തൊക്കെ ഒന്ന് ഇറങ്ങണം. വെള്ളം വെക്കുമ്പോൾ തന്നെ അതെല്ലാം ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കരയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ചേർക്കണം. അപ്പോഴത്തേക്കാണ് അതിനകത്തേക്ക് അലുത്ത് നന്നായിട്ട് ചേരുന്നത്. ഞാൻ പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് അരിച്ച് യൂസ് ചെയ്യാം. പാൽച്ചായയൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കുടിക്കാനായിട്ട് പറ്റുന്നതാണ് തേങ്ങാപ്പാൽ ചായ. തേങ്ങാപ്പാൽ ചായ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ്. കണ്ടോ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.